ആമസോണിൽ സെല് ചെയ്യാൻ തുടങ്ങിയിട്ട് സെയിൽസ് കിട്ടാത്തൊരു വ്യക്തിയാണോ? ഒരു മാസം 2 മാസം 3 മാസമൊക്കെ ആയിട്ട് സെല് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് സെയിൽസ് കിട്ടണില്ല. നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച സെയിൽസിലേക്ക് എത്തുന്നില്ല. ഒരു ദിവസം ഒരു ഓർഡർ, 2 ഓർഡർ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു 10 ഓർഡർ അല്ലെങ്കിൽ 20 ഓർഡർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് വരണം. അപ്പോഴാണ് അതൊരു ബിസിനസ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. സീരിയസ് ബിസിനസ് ആണെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് തന്നെ നമ്മളതിനെ നോക്കി കാണണം. അപ്പോൾ അതിനെ നമ്മൾ 5 കാര്യങ്ങൾ, 5 പോയിന്റ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള സെയിൽസ് ഒരു 5 ഇരട്ടിയോ അല്ലെങ്കിൽ ഒരു 10 ഇരട്ടിയോ ആക്കിയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷൻ ആണ്. ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷനിൽ ടൈറ്റിലാണ് ഫസ്റ്റത്തെ പോയിന്റ് വരുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷൻ അറിയാത്തവർക്ക് നമ്മൾ ഒരു ക്വിക്ക് റീക്യാപ്പ് കൊടുക്കാം. നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിങ്ങിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ട പോലെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി തിരുത്തുന്നതിനാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ലിസ്റ്റിംഗ് ടൈറ്റിലിൽ നമുക്ക് ഏകദേശം 200+ ക്യാരക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. 200 ക്യാരക്ടേഴ്സ് എന്ന് തന്നെ ഉദ്ദേശിക്കാം. ഈ 200 ക്യാരക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യാണ്, കോഫി മഗ്ഗാണ് നമ്മൾ സെല് ചെയ്യണത്. അപ്പോൾ കോഫി മഗ്, ഈ 2 വേർഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കീവേഡാണ്. അപ്പോൾ ഉദാഹരണത്തിന് വേറൊരു കസ്റ്റമർ അവർക്ക് കോഫി പൗഡർ മേടിക്കാൻ താല്പര്യം, അപ്പോൾ ജസ്റ്റ് അവർ കോഫി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് അവർക്ക് കാണിക്കും. ഇനി അവർക്ക് ഒരു കസ്റ്റമർ മഗ്ഗാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മഗ് എന്ന് അടിച്ചു കഴിഞ്ഞാലും നമ്മൾ പ്രൊഡക്റ്റ് കാണിക്കും. കാരണം അത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ലിസ്റ്റിംഗ് ടൈറ്റിൽ കോഫി മഗ് എന്നുള്ളൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കീവേഡ് റാങ്ക് ചെയ്തിട്ടാണ് ആ ഒരു കസ്റ്റമറിന് നമ്മളെ പ്രൊഡക്റ്റ് വിസിബിളായി വന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് ടൈറ്റിൽ മാക്സിമം കീവേഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കീവേഡ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ടൈറ്റിൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിസ്റ്റിംഗ് ഇമേജ് ആണ്. ലിസ്റ്റിംഗ് ഇമേജിൽ നമുക്ക് പല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഇമേജസ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ചില ക്ലയൻസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും എന്താ എനിക്ക് സെയിൽസ് കിട്ടണില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവരുടെ ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷനൊക്കെ പക്കായിരിക്കും, അവർ മാക്സിമം കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ലിസ്റ്റിംഗ് ഇമേജ് വളരെ വീക്കായിരിക്കും. ലിസ്റ്റിംഗ് ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ലിസ്റ്റിംഗ് ഇമേജ് കൊടുക്കാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ഇമേജസ് വളരെ ഉഷാറാക്കിയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, ഫസ്റ്റത്തെ ഇമേജ് എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇൻഫോഗ്രാഫിക് ഇമേജസ് ഒരു 3D രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അതൊന്നും കൂടി അട്രാക്റ്റീവാണ്. അതേപോലെ പ്രൊഡക്റ്റ് ഹൈലൈറ്റ്സ്, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു കാർ വാഷർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റാണ് നമ്മൾ ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിക്സിൻ്റെ സ്പെസിഫിക്കേഷൻ, അതിൻ്റെ സ്വിച്ച് എവിടെയാണ് വരുന്നത്, അതിൻ്റെ ലൈഫ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എത്ര വെള്ളം കൊള്ളും, അങ്ങനെ അതിൻ്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ ഇമേജസ് നമുക്ക് കൊടുക്കാം. പ്രൊഡക്റ്റിൻ്റെ ഹൈലൈറ്റ്സ് നമുക്ക് കൊടുക്കാം. പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്, പ്രൊഡക്റ്റ് എത്ര ഭാരമുണ്ട്, എത്ര തൂക്കമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൊടുക്കാം. പിന്നെ സെക്കൻഡ് ഇമേജും നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റിന് ഒരു ലൈഫ് സ്റ്റൈൽ ഇമേജ് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ കോഫി മഗ്ഗാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ കോഫി കുടിക്കണ ഒരു കുട്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി കുടിക്കണ ഒരു ഫോട്ടോ ലൈഫ് സ്റ്റൈൽ ഇമേജ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊന്നും കൂടി ഉഷാറാവും. കാരണം അതൊന്നും കൂടി ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. മാത്രമല്ല ഒരു കസ്റ്റമർ ഈ പ്രൊഡക്റ്റ് കയ്യിൽ പിടിക്കാൻ അവർക്ക് പറ്റണില്ല. അപ്പോൾ അവർ ഇമേജസ് കണ്ടിട്ടാണ് അവരുടെ ഒരു പർച്ചേസിങ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കുട്ടി ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് ഈസിലി അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം സിമിലർ ആയിട്ടുള്ള പോലെ ആയിരിക്കും, ഇത് ഞാനും യൂസ് ചെയ്തേ പോലൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരികയും അതിലൂടെ നമുക്ക് സെയിൽസ് കൂട്ടാനും പറ്റും. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബുള്ളറ്റ് പോയിൻറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും നമ്മൾ എന്ത് ചെയ്യണം, ഒപ്റ്റിമൈസേഷന് കൊണ്ടുവരണം. ഒപ്റ്റിമൈസേഷന് നമ്മൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ വെറുതെ നമ്മളെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിന് അങ്ങനെ പറഞ്ഞതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, കീവേഡ്സ് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ കോഫി മഗ് ആണെങ്കിൽ കോഫി മഗ്, അതേപോലെ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സുകൾ മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൈറ്റിലും അതേപോലെ ബുള്ളറ്റ് പോയിൻറ്റ്സിലും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഈ കീവേഡ്സ് എത്രത്തോളം നമ്മളെ ലിസ്റ്റിങ്ങിലുണ്ടോ അത്രത്തോളം നമ്മളെ പ്രൊഡക്റ്റിൻ്റെ വിസിബിലിറ്റി കൂടും, അതേപോലെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസും കൂടും. അപ്പോൾ കീവേഡ്സാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ കൂടെ ഈ സ്മോൾ കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈസ് വാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് മാക്സിമം നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കണ്ടൻറ്റിലേക്ക് വരിക.
അതായത് വെറുതെ ബുള്ളറ്റ് പോയിൻറ്റ്സ് നീട്ടി വലിക്കാതെ എന്ത് ചെയ്യുക, ഉള്ളത് നല്ല കീവേഡ്സ് വെച്ചുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനാണ് ബുള്ളറ്റ് പോയിൻറ്റ്സ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു 5-6 സെൻറ്റൻസ് നമുക്ക് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ചെയ്താൽ, എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ മേടിക്കേണ്ടത്, നമ്മൾ പ്രൊഡക്റ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, കിട്ടുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് A+ കണ്ടൻറ്റ്. A+ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ഇമേജിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഇമേജ് ആയിരിക്കും. അതിലേറെ വലിയ ഇമേജ് ആക്കിയിട്ട് ബാനർ ഇമേജ് എന്നാണ് ഇതിന് പറയാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബാനർ ഇമേജ് മാതിരി നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ ബാനർ ഇമേജ് മാതിരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് വളരെ വലുതാക്കിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമറിന് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക, ഓക്കെ ഈ പ്രൊഡക്റ്റ് ഇന്ന രീതിയിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ബാനർ ഇമേജിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഇമേജ് നമുക്ക് വലുതായിട്ട് കൊടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് നോർത്ത് ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് വയസ്സായ ആൾക്കാർക്ക് അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷേ ചെറിയ രീതിയിലൊക്കെ അവർക്കറിയാം, ചെറിയ രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ആമസോണിൽ സെർച്ച് ചെയ്യാനൊക്കെ അവർക്കറിയാം, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനൊക്കെ അറിയാം. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഈ ഒരു ഇമേജിൽ പോയി നോക്കുമ്പോൾ ഇമേജ് ഡിസൈൻസ്, അതായത് ഇമേജിൽ നമ്മൾ കൊടുത്ത ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയിലാണ് ഇത് യൂസ് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇമേജ് നോക്കിയിട്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ ഇതൊന്നും വായിക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ ബുള്ളറ്റ് പോയിൻറ്റ്സും ടൈറ്റിലൊന്നും വല്ലാതെ മനസ്സിലാക്കാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് A+ കണ്ടൻറ്റിൽ പോയപ്പോൾ ആ വലിയ ഇമേജ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ A+ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് കൂടെ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ നമുക്കത് കഴിയും. അപ്പോൾ A+ കണ്ടൻറ്റ് നമുക്ക് എലിജിബിൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രാൻഡ്, അതായത് നമ്മളെ പ്രൊഡക്റ്റ് നമ്മളെ ബ്രാൻഡിലായിരിക്കണം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളത്. നമുക്ക് ആമസോണിൽ നമുക്ക് ബ്രാൻഡ് ഇല്ലാതെയും നമുക്ക് ലിസ്റ്റ് ചെയ്യാം. അത് ജനറിക് ബ്രാൻഡിലാണ് ലിസ്റ്റായി വരിക. അപ്പോൾ ജനറിക് ബ്രാൻഡിലാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കോപ്പി ലിസ്റ്റിംഗ് വരും. ഉദാഹരണത്തിന് നമ്മൾ ബ്രാൻഡിലല്ല വിൽക്കുന്നത്, ജനറിക് ബ്രാൻഡിലാണ് വിൽക്കുന്നത്. നമ്മളൊരു 500 രൂപയ്ക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, നമ്മളാണ് ലിസ്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ സെല്ല് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ സെയിൽസ് വരാൻ തുടങ്ങിയപ്പോൾ വേറെ കോമ്പറ്റീറ്റേഴ്സിന് മനസ്സിലായി, ഓക്കെ ഇയാൾക്ക് നല്ല സെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ സെയിൽസ് പിടിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ പ്രൈസിങ്ങിൻ്റെ അടിയിൽ, ഇപ്പോൾ നമ്മൾ 500 രൂപയ്ക്കാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ വേറെ സെല്ലേഴ്സ് വന്നുകൊണ്ട് നമ്മളെ സെയിം ലിസ്റ്റിങ്ങിൽ വന്നുകൊണ്ട് 450 അല്ലെങ്കിൽ 400 വിൽക്കാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു കസ്റ്റമർ വരുമ്പോൾ അവർ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ 500 ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, അതേപോലെ 450 അല്ലെങ്കിൽ 400 ഈ സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് ഈ കുറഞ്ഞ വിലയുള്ള വിൽക്കണ അവരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളെ സെയിൽസ് പോയി. കാരണം നമ്മളാണ് ലിസ്റ്റിംഗ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഇമേജ് ഡിസൈൻ ചെയ്തത് നമ്മളാണ്, എല്ലാ വർക്ക് എടുത്തതും നമ്മളാണ്. പക്ഷേ അവസാനം ഫൈനൽ സ്റ്റേജിൽ എത്തിയപ്പോൾ സെയിൽസ് കൊണ്ടുപോകുന്നത് വേറൊരു ടീമാണ്. അപ്പോൾ നമ്മളത് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ബ്രാൻഡിലല്ല അത് രജിസ്റ്റർ ചെയ്തത്. ബ്രാൻഡിലാണ് നമ്മളത് ലിസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ കോപ്പി ലിസ്റ്റിംഗ് ഒരിക്കലും വരില്ല. കാരണം വേറൊരാൾക്ക് നമ്മൾ ലിസ്റ്റിങ്ങിൽ വന്നുകൊണ്ട് പ്രൈസ് കുറച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടിയിട്ടോ വിൽക്കാൻ അവർക്കും ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ജനറിക് ബ്രാൻഡിൽ നമ്മൾ വിൽക്കുമ്പോൾ ഇതേപോലെ കോപ്പി ലിസ്റ്റിംഗ് വരും. കോപ്പി ലിസ്റ്റിംഗ് വന്നാൽ ഈ വരുന്ന സെല്ലേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ വില കുറച്ച് വിൽക്കുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് അല്ലാത്ത വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ഈ കസ്റ്റമറിന് അയച്ചു കൊടുക്കുക. അപ്പോൾ കസ്റ്റമറിന് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് റിവ്യൂ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിങ്ങിനാണ് അത് വായിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാ കച്ചവടം പോകും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊരു ആമസോണിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളത് സീരിയസ് ആയിട്ടാണ് നമ്മൾ ബിസിനസ് നോക്കണമെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരു ബ്രാൻഡ് അപ്രൂവൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ വർഷം ഒരു 6 മാസം മുന്നൊക്കെ 7,000 rupees ആയിരുന്നു നമുക്ക് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീ വരുന്നത്. അപ്പോൾ അത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ആക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാൻഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിക്കാം. അപ്പോൾ ഒരു ക്വിക്ക് റീക്യാപ്പ് ഞാൻ തരാം, എന്തൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചെന്നുള്ളത് ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷൻ ആണ്. ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷനിൽ നമ്മൾ ഫസ്റ്റ് മാറ്റേണ്ടത് ലിസ്റ്റിംഗ് ടൈറ്റിലാണ്. ടൈറ്റിലിൽ മാക്സിമം കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലിസ്റ്റിംഗ് ഇമേജ്.
ലിസ്റ്റിംഗ് ഇമേജിൽ നമ്മൾ പറഞ്ഞ പോലെ ഇൻഫോഗ്രാഫിക് ഇമേജസും ലൈഫ് സ്റ്റൈൽ ഇമേജും പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ പ്രൊഡക്റ്റ് ഹൈലൈറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബുള്ളറ്റ് പോയിൻറ്റ്സ്. ബുള്ളറ്റ് പോയിൻറ്റ്സിൽ നമ്മൾ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. 6 to 7 ബുള്ളറ്റ് പോയിൻറ്റ്സ് നമുക്ക് കൊടുക്കുക. അത് ഫുള്ളായിട്ട് കൊടുക്കുക. ആ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ നമ്മൾ മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നമ്മൾ ഓഫർ ചെയ്യേണ്ടത്, അതേപോലെ നമ്മളെ പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിലേറെ മാറി നിൽക്കാൻ യുണീക്കാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ബുള്ളറ്റ് പോയിൻറ്റ്സിൽ പറഞ്ഞത്. നാലാമത്തതാണ് ഡിസ്ക്രിപ്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു 4-5 സെൻറ്റൻസ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആൾക്കാർക്ക് ഒന്നുകൂടി കസ്റ്റമേഴ്സിന് ഒന്നുകൂടി ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതിലൂടെ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. 5ാമത്തെയും ഫൈനൽ സ്റ്റെപ്പാണ് A+ കണ്ടൻറ്റ്. A+ കണ്ടൻറ്റ് എലിജിബിൾ ആകണമെങ്കിൽ നമ്മൾ ലിസ്റ്റിങ് ഒരു ബ്രാൻഡിൻ്റെ ഉള്ളിലായിരിക്കണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകേണ്ടത്. അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാനർ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇമേജസ് കൊടുക്കുക, വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അവസാനമായിട്ട് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ കീവേഡ്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ കീവേഡ്സ് എടുക്കാൻ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. ജംഗിൾ സ്കൗട്ട് ഉണ്ട്, അതേപോലെ ഹീലിയം 10 ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക ഹീലിയം 10 യൂസ് ചെയ്യാനാണ്. ഹീലിയം 10 പ്രൈസും കുറവാണ്, മന്ത്ലി സബ്സ്ക്രിപ്ഷനാണ്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓരോ അനലൈസിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും ലിസ്റ്റിംഗ് പരമായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.